നമസ്കാരം, ഞാൻ രശ്മി. തനിമ എക്സ്ക്ലൂസീവ്. അങ്കണവാടിയിൽ കുഞ്ഞു വീണ സംഭവം മറച്ചുവെച്ചു. വേദനയെ തുടർന്ന് വീട്ടിലെത്തി കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞ ശേഷം ആശുപത്രി പരിശോധനയിൽ സ്പൈനൽ കോഡ് തകരാറിലെന്ന് കണ്ടെത്തി. കുഞ്ഞിപ്പോൾ SAT ആശുപത്രിയിൽ. വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. ശിശുക്ഷേമ സമിതിയിൽ നിന്നും പരിശോധനയ്ക്ക് ആളെത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് കുട്ടി SAT ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ MRI സ്കാനിൽ തലയ്ക്ക് ആന്തരിക രക്തസ്രാവമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചെങ്കിലും മരുന്നിൽ മാറുമെന്ന നിഗമനത്തിൽ ശസ്ത്രക്രിയ ഒഴിവാക്കി ചികിത്സ തുടരുകയാണ്. എന്നാൽ കുഞ്ഞിന്റെ കഴുത്ത് ഉറയ്ക്കുന്നില്ലെന്നത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിൽ സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. മാറനല്ലൂർ പഞ്ചായത്തിലെ ഓഫീസ് വാർഡിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിൽ 6 കുഞ്ഞുങ്ങളാണ് ആകെയുള്ളത്. ഇവരെ പരിചരിക്കാൻ ആയയും അധ്യാപികയുമുണ്ട്. ഇവിടെ വെച്ച് കുട്ടി വീണപ്പോൾ വേണ്ട പരിചരണം നൽകുകയോ വിവരം രക്ഷിതാക്കളെ അറിയിക്കുകയോ ചെയ്തില്ല. കുഞ്ഞ് വീട്ടിലെത്തി തല വേദനിക്കുന്നുവെന്നും സ്കൂളിൽ വീണുവെന്നും പറഞ്ഞപ്പോൾ വിശദമായി കാര്യമറിയാൻ രക്ഷിതാക്കൾ മൊബൈലിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയിക്കാൻ മറന്നുപോയെന്നാണ് മറുപടി ലഭിച്ചത്. തുടർന്ന് രക്ഷിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയും സംഭവം അറിഞ്ഞ് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. വ്യാഴാഴ്ച കുട്ടി വീട്ടിലെത്തിയ ഉടനെ നിർത്താതെ കരയുകയും തളർന്ന് മയങ്ങിപ്പോയി. ഇതിനിടെ ഉണർന്ന കുഞ്ഞ് ഛർദ്ദിച്ചു. എന്താ സംഭവിച്ചതെന്ന് കുഞ്ഞിനോട് ചോദിക്കുമ്പോഴാണ് അങ്കണവാടിയിലെ ഒപ്പം പോകുന്ന ഇരട്ട സഹോദരി അമ്മയോട് കുട്ടി അങ്കണവാടിയിൽ വീണുവെന്ന് പറഞ്ഞത്. ഇതോടെ മാതാവ് കുഞ്ഞിന്റെ ശരീരത്തിൽ പരിശോധന നടത്തിയപ്പോൾ തലയുടെ പുറകുവശത്ത് കഴുത്തിനോട് ചേർന്ന ഭാഗത്ത് മുഴച്ചിരിക്കുന്നത് കാണുന്നത്. ഉടൻ അങ്കണവാടിയിൽ വിളിച്ചു ചോദിച്ചെങ്കിലും മറന്നുപോയി എന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്കൊടുവിലാണ് SATയിലേക്ക് കുഞ്ഞിനെ മാറ്റിയത്.